നമ്മളിൽ പലർക്കും ചെറുപ്പത്തിൽ ഡയറി എഴുതുന്ന ശീലമുണ്ടായിരിക്കും. എന്നാൽ വലുതായപ്പോൾ തിരക്കുകൾക്കിടയിൽ നമ്മളത് മറന്നുപോയി. ലോകത്തിലെ ഏറ്റവും വലിയ വിജയികളായ ആൽബർട്ട് ഐൻസ്റ്റീൻ, ലിയോനാർഡോ ഡാവിഞ്ചി ഇവരൊക്കെ പിന്തുടർന്നിരുന്ന ഒരു പ്രധാന ശീലമായിരുന്നു ജേർണലിംഗ്. ജേർണലിംഗ് വെറും ഹോബി എന്നതിലുപരി നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും കരിയറിനും ഇത് എങ്ങനെ ഗുണം ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ജേർണലിംഗിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. മെൻ്റൽ ഹെൽത്ത് മെച്ചപ്പെടുത്താൻ സൈക്കോളജിസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന ഒരു പ്രധാന മാർഗമാണ് ജേർണലിംഗ്. ഇത് മെൻ്റൽ ക്ലാരിറ്റി നൽകുന്നു. ചിന്തകളെ എഴുതുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. സങ്കീർണമായ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനും ആശയക്കുഴപ്പം മാറ്റാനും ഇത് ഉപകരിക്കും. അതുപോലെ തന്നെ വികാരങ്ങളെ നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു. ദേഷ്യമോ സങ്കടമോ ആങ്സൈറ്റിയോ ഉള്ളപ്പോൾ അത് എഴുതി വെക്കുന്നത് മനസ്സിന് ആശ്വാസം നൽകും. ആരും വിധിക്കാനില്ലാത്ത ഒരു സ്വകാര്യ ഇടമായി ഇത് പ്രവർത്തിക്കുന്നു. പഴയ ജേർണലുകൾ വായിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം വളർന്നുവെന്നും നിങ്ങളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനും സഹായിക്കും. മനസ്സിലുള്ള ഭാരങ്ങൾ ഇറക്കി വെക്കുന്നത് പോലെ എഴുതുന്നത് മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കുന്നു. മെൻ്റൽ ഹെൽത്ത് മെച്ചപ്പെടുത്താനും സഹായിക്കും. നമ്മുടെ ഹീലിങ്ങിന്, പേഴ്സണൽ ഡെവലപ്മെൻറ്റിന്, ഇമോഷണൽ റെഗുലേഷന്, പ്രോബ്ലം സോൾവിങ്ങിന്, നല്ല വൈസ് ഡിസിഷൻസ് എടുക്കാൻ ഇതിനെല്ലാം ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. മെയിൻ ബെനിഫിറ്റ് ഓഫ് ജേർണലിംഗ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നതാണ്. അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ്. ഓരോ ദിവസവും നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെക്കുറിച്ച് എഴുതുന്നത് നമ്മുടെ ജീവിതത്തോടുള്ള പോസിറ്റീവ് മനോഭാവം വർദ്ധിപ്പിക്കും. മെയിൻ ബെനിഫിറ്റ്സ് ഓഫ് ജേർണലിംഗ് എന്ന് പറയുന്നത് സ്ട്രെസ് മാനേജ്മെൻറ്റ്, സെൽഫ് അവെയർനെസ്, ഗോൾ സെറ്റിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഹീലിംഗ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ റെഗുലേഷൻ, പ്രോബ്ലം സോൾവിംഗ് എന്നിവയാണ്. ജേർണലിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നും എങ്ങനെ ഒരു ജേർണൽ തുടങ്ങാം എന്നുള്ളതും നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.